സാറേ എൻ്റെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ ചെന്ന് കയറി എനിക്കിപ്പോൾ സമാധാനമായിട്ടൊന്ന് ശ്വാസം പോലും വിടാൻ വയ്യ. അപ്പോൾ ആ കളവൻ കയറി ഞങ്ങൾ ഇടപെടുന്നേ. എൻ്റെ അതിലും വലിയ കഷ്ടമാണ് എൻ്റെ കാര്യം. എൻ്റെ വീട്ടിൽ പറയുന്നത് നിന്റെ പുറകെ പാർട്ടി എന്ന് പറഞ്ഞ് നടക്കാതെ വല്ല പണിക്കും പോകാനാണ് പറയുന്നത്. ഒരു കാര്യം നടക്കുന്നോളിയാ കഷ്ടം. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. എടാ ഞാൻ ആ കനകൻ്റെ എന്തെങ്കിലും വല്ല ചില്ലറ ചോദിക്കാന്ന് വെച്ചാൽ അങ്ങോട്ട് ചെന്ന് കയറാൻ വയ്യ. അപ്പോഴേക്ക് ആ കളവൻ ജമനീരെ തന്ത ഇടപെടുകയാണ്. എടേ എന്താ കാര്യം നടക്കൂടാ ഇന്നും പറഞ്ഞിട്ട് എല്ലാം അങ്ങോട്ട് ഇങ്ങോട്ട്. അയാളാണ് ഇപ്പോൾ വീട് ഭരിക്കുന്നത്. കനകം ഒരു റബ്ബർ സ്റ്റാമ്പ്. അല്ല ആ കിളവനെ കൊണ്ട് അത്രയ്ക്ക് വലിയ ശല്യമാണ്. ശല്യമാണെന്ന് എൻ്റെ പൊന്നോ. ഞാൻ ഇച്ചിരി താമസിച്ച് വീട്ടിൽ ചെന്ന് കയറിയാ. നീ എവിടെ പോയിരുന്നോടാ എത്ര നേരം? നീ ഇത് നേരത്തെ ഇറങ്ങി നോക്കി ടൈലേക്കും എവിടെ പോകണേ? നേരം വെളുക്കും മുമ്പേ വെള്ളമായിട്ടുണ്ട്. എൻ്റെ തങ്കത്തിനോട് മനസ്സമാധാനമായിട്ട് ഞാൻ ഒന്ന് കൊച്ചു വർത്താനം പറഞ്ഞിട്ട് തന്നെ എത്ര സമയമായെന്ന് അറിയാമോ? ഒന്നും സമ്മതിക്കില്ല. അപ്പോൾ വീണങ്ങ് ഇടപെടുകയാണ്. ഇത്രയ്ക്ക് വലിയ ശല്യം അയാള്. സുരേന്ദ്രൻ മുതലാളിയെ കണ്ടില്ലേ? ഞാൻ കൊടുക്കാനുള്ള പൈസ ഒരു കച്ചവടം നടന്ന് അക്കാപ്പിച്ച് എൻ്റെ പോക്കറ്റിൽ ഇരുന്നാണ്. ഉടനെ ഇയാൾ വിളിച്ച് സുരേന്ദ്രൻ മുതലാളി എടുത്ത് പറഞ്ഞു എൻ്റെ പൈസയുണ്ട്, കച്ചവടം നടന്നെന്ന് പറഞ്ഞു. അയാൾ അപ്പം വന്ന് പിടിച്ച് വാങ്ങിച്ചോണ്ട് പോയി. ആകെ സമാധാനം പോയിരിക്കണം. എൻ്റെ പ്രാന്തളവണ ദിവസമാണ് ഞാൻ കാലവാരി തൂക്കി കളവനായ. അതൊക്കെ പോട്ട് അല്ലെ. ഇത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മ വന്നു. നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ ബാഗിൽ കിടക്കുന്ന 35 സെന്റ് സ്ഥലമില്ലേ, നമ്മുടെ സാബുന്റെ അളിയ, അത് കൊടുക്കായിട്ടിരിക്കുക അളിയാ. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ കുറെ പാർട്ടികളെ കാണിച്ചു തന്നെ ഭയങ്കര വില ചോദിക്കണേ. പക്ഷെ അളി അത് പറഞ്ഞിട്ട് കാര്യമില്ല. വില അവർ ചോദിച്ചോട്ടെ. നമ്മളൊരു പാർട്ടിയെ കണ്ടെത്തി നമുക്കത് കച്ചവടമാക്കി കൂടെ? എനിക്ക് തോന്നില്ല അത് നടക്കുന്നു. അവന്മാർ അമ്പലും മില്ലിലും തൊടാതെ പിന്നെ എങ്ങനെ കച്ചവടം ചെയ്യും? എൻ്റെ അളി അതിനൊരു ഐഡിയ ഉണ്ട്. നമ്മുടെ തോമസ് സാറിന്റെ മോനില്ലേ, മറ്റേ ആന്റണി, അമേരിക്കക്കാരൻ. അവൻ അമേരിക്ക കിടക്കില്ലേ എൻ്റെ അളി. അവൻ 2 ദിവസത്തിനകത്ത് അമേരിക്കയിൽ നിന്ന് വരുമെന്ന് തന്നെ. പിന്നെ അവനാകുമ്പോൾ അവൻ്റെ കയ്യിലാണ് ഇഷ്ടം പോലെ കാശുണ്ട്, പൈസയ്ക്ക് ബുദ്ധിമുട്ടില്ല. നമ്മൾ എങ്ങനെയെങ്കിലും ഇത് പിടിപ്പിച്ചാൽ മതി അവനെ കൊണ്ട്. പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലയാ, അവൻ കഴിഞ്ഞ വരവിൽ പ്രത്യേകം പറഞ്ഞാണ് നമ്മുടെ അടുത്ത്, അടുത്ത വരവിൽ നിങ്ങളെ ശ്രദ്ധിക്കാം, നമുക്ക് പോയി മുട്ടാളിയാ. മുട്ടയും തുറക്കപ്പെടുന്നതാണല്ലോ. പോയി മുട്ടുന്ന കാര്യത്തിൽ നമുക്കൊരു മുട്ടുമില്ലല്ലോ, നമുക്ക് ധൈര്യമായിട്ട്. പിന്നെ ഇത് നടന്നു കഴിഞ്ഞാൽ കിളവനെങ്ങാനേ അയാൾ അറിയരുത്. അതൊക്കെ അറിയാതെ നമുക്ക് ചെയ്യാം. എന്റെ ക്ഷമ ഇങ്ങനെ പോയി കിടക്കാണ്. എല്ലാം ചെയ്തു പോകും ചിലപ്പോ ആ കിളവനെ. കേട്ടോ, ഈ കാലത്ത് നേരത്തെ മഞ്ഞിലെങ്ങനെ ഇറങ്ങി നടന്നിരുന്നോ? അപ്പൊ ഈ സന്ധ്യ ആകുമ്പോഴും നേരം വിളിച്ചാകുമ്പോഴൊന്നും ഈ ശ്വാസം മുട്ടുള്ളവർ പുറത്തിറങ്ങി നടക്കരുത്. അച്ഛാ നമുക്ക് ആശുപത്രി പോവാം. ഇതിങ്ങനെ എന്നും ഉണ്ടാവുമോ? രാവിലെ വൈകുന്നേരവും സമയത്ത് മാത്രം. അതൊക്കെ അതിനെക്കൊണ്ട് വർത്താനം പറയിപ്പിക്കല്ലേ. പിന്നെ ചോദ്യം ചോദിച്ചോണ്ടിരിക്കണം. അച്ഛൻ വിക്സ് എടുത്തോണ്ട് വരട്ടെ? അല്ല, വിക്സ് കുറച്ചെടുത്ത് മൂക്കിലെങ്ങനെ പുരട്ടിയാ മതി, തുറക്കും. എഴുന്നേപ്പിച്ചിരുത്തിയാലോ, എന്നിട്ടൊന്ന് പുറം തടവിയാലോ നീച്ചിരുത്തിട്ട്. എന്നാ കടന്നോളൂ കടന്നോളൂ. മാറുമായിരിക്കും. ഞാനങ്ങോട്ട് പോട്ടെ. അല്ല, ഇതെന്നും ഉണ്ടാവണമെന്നല്ലേ പറഞ്ഞു. അപ്പൊ കുഴപ്പമുണ്ടാവില്ല. ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ വിളിക്കട്ടാ. വിളിക്കാം. വാ, വന്നിരുന്ന് പഠിച്ചേ. നീ കാഴ്ച കൊണ്ടോണ്ട് നിൽക്കുക. അല്ലേ, ഈ ശ്വാസമുട്ടുള്ളവർക്കൊക്കെ ഈ വായലിങ്ങനെ വെളുത്തിട്ടൊരു സാധനം വെച്ചിട്ട് ഇങ്ങനെ അഹ് അഹ് നടിക്കില്ലേ, ആ വിഷയല്ലേ? മറന്നിട്ടുണ്ടാവും അതെടുക്കാൻ. അതെ, ചൂടുള്ള എടുത്തിട്ട് ഈ ബന്നിനെ അങ്ങോട്ട് നീയാണ് എടി. ഇപ്പൊ അങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് ഞാനിപ്പോ ആവി പിടിക്കുമ്പോ അങ്ങ് മാറും അല്ലേ? ആശുപത്രി പോണോ ഇപ്പോ? വേണ്ട, ഇതാണെങ്കിൽ പറഞ്ഞാൽ മതി. ഒരുപാട് പാടില്ലാണ് ഫാൻ ഇടാണ്ടെന്ന് പറഞ്ഞത്. ഒരുപാട് അവനും പാടില്ല. ഇപ്പൊ കുറച്ച് ആശ്വാസമായല്ലേ അമ്മ? കുഴപ്പമില്ല. പെർത്തോട്ടാ വിഷയം. ചുണ്ട് 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 അങ്ങാണ്ട് ശരി. ഓ, ഞാനങ്ങ് പേടിച്ചു. ഇത് ഇങ്ങനെ വരുമല്ലേ വന്നിട്ടങ്ങ്? നമ്മളെ പേടിപ്പിക്കും. ഒന്നുമില്ല, ഒന്നും വരുന്നില്ല. ഇപ്പൊ കുഴപ്പമില്ല.
കുറഞ്ഞ സമാധാനമായി അമ്മാവനെ ശരി വെള്ളം എടുക്കട്ടെ കുടിക്കാൻ? എടുത്തോ. എടുക്കട്ടെ. എന്താടാ പിന്നെ അവിടെ അമ്മാവൻ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അവള് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വിളിച്ചത് വേറൊന്നുകൊണ്ടല്ല, ഇന്ന് വൈകുന്നേരം ഫ്രീ ആണ്. ഞാനെന്നും ഫ്രീ തന്നെയല്ലേ? ഞാൻ ഫ്രീ തന്നെയല്ലേ? ഫ്രീ ആണല്ലേ? ആ. നമ്മുടെ മത്തായി ചേട്ടൻ അറിയാമോ? ഏത് മച്ചാ ചേട്ടൻ? നമ്മുടെ ദുബൈയിലുള്ള വയലുള്ള കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ക്ലീറ്റ് കൊണ്ട് പോയിട്ട് എന്ത് എന്തിനാ കാര്യം എന്നോട് പറയണത്? നിങ്ങൾ അളിയനുണ്ടല്ലോ, പൊയ്ക്കോ, റിസോർട്ടിലോ ചുറ്റിക്കറങ്ങാനോ അടിക്കാനോ പൊക്കോ. കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ എന്നെ ഒന്നും കണ്ണു കണ്ടില്ലല്ലോ. അമ്മാവ അതല്ലേ ഇപ്പൊ പറയുന്നത്? ഇന്ന് വരുന്നുണ്ടോ? ഉണ്ടോ? പോണുണ്ടോ? അതാ പറഞ്ഞു വന്നത്. ഫോറിൻ സാധനവും അതറിയാലോ, കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചൊക്കെ എന്നോട് പറഞ്ഞു. പുള്ളി നാളെ രാവിലെ മത്താച്ചേട്ടൻ രാവിലെ 10 മണിയാകുമ്പോൾ പോകും, ദുബൈയിലേക്ക് തിരിച്ചു പോകും. അപ്പൊ വരുമ്പോൾ പ്രാവശ്യം നമ്മളങ്ങ് വിളിക്കും. വിളിച്ചിട്ട് ചെറിയ കൈമടക്കൊക്കെ തരും, എന്നിട്ടൊന്ന് കൂടും. ഞാനും ഫാസിലും കാണിത്തരാം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അവനെ കൊണ്ടുവരുന്നല്ലോ നമ്മള്. പറഞ്ഞല്ലോ എന്നോട്. അപ്പൊ ഇപ്രാവശ്യം ഞാൻ വിചാരിക്കുന്ന അമ്മാവനെ കൊണ്ട് പോയാലെന്ന് വിചാരിക്കുന്നു. നല്ല കാര്യം. ആ പരാതി അങ്ങ് മാറട്ടെ. ഓ ശരി. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു തന്നത്. എന്നാലേ ക്ലീറ്റസിനെ കൂടി വിളിക്കാം, നമുക്ക് അവൻ വരട്ടെ. ക്ലീറ്റസ് വരട്ടെ, അവനെയും വിളിക്കാം. അവനെ കൊണ്ടുപോയി ശരിയാവില്ലെന്ന്. അവരെ ഒന്നാമത്തെ കാര്യം, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നല്ലോ, വന്ന് ഈ പണക്കാരന്മാർ പൊതുവെ പൊങ്ങച്ചക്കാരാണ്. അവര് നമ്മൾ പൊക്കി കൊടുക്കണം. പൊക്കി കൊടുക്കുമ്പോൾ അവർക്ക് സന്തോഷമാണ്. യവൻ വന്ന് എവന്റെ പൊങ്ങച്ച, അയാളുടെ പൊങ്ങച്ച, ഇതിനിടെ നമ്മൾ പെട്ടുപോയി. അവസാനം ഫാസിൽ യവനോട് അടിയായി. അതെ അല്ലേ? അപ്പൊ ഫാസിലുണ്ട്, നമ്മൾ 3 ആളുണ്ടല്ലോ. അത് മതി, അത് മതി, മതിയല്ലോ. അതാണ് നമ്മൾ അതൊരു ഇതാക്കണ്ടേ, അവനെ വിളിക്കാൻ പറ്റില്ല. എന്നാലും അവൻ ഇല്ലെങ്കിൽ ഒരു വേറൊരു പ്രശ്നം അറിയാമോ? ഇവിടെ അവളെ അച്ഛൻ വലിച്ചുകൊണ്ട് കിടക്കണേ, ഒരാവശ്യം വന്ന ആളില്ല. മനസ്സിലായില്ലേ? ആണായിട്ട് ഒരാൾ ഇവിടെ വേണം. ഇനിയിപ്പോ അമ്മാവൻ അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഒന്നി ക്ലീറ്റോ എന്നോട് വരും, അല്ലെങ്കിൽ അമ്മാവനോട് വരും. അപ്പൊ അമ്മാവൻ വരുന്ന ഇവിടെ നിൽക്കുന്നു. ഞാൻ വരും. ക്ലീറ്റോ ഇവിടെ കട്ടെ, ക്ലീറ്റോ ഇവിടെ നിന്നോട്ടെ, ഞാൻ വരാം. ഞാൻ ശരി. ഓ ഓ ഇതേ ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം. എന്താണ് അമ്മാവനും അനന്തരവനും കൂടെ എന്തോ അന്താരാഷ്ട്ര വിഷയം? നമ്മളെ ബീവറേജ് കോർപ്പറേഷൻ ലാഭം വരുത്താനുള്ള വല്ല പരിപാടിയാണെങ്കിൽ ഞാനും ഉണ്ട്, ഇടാം. പേരുണ്ട്. ഇവിടെ ഒരാൾ വലിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമ്മളിത് എന്താ പറയുന്നത്? അത് കഴിക്കൂ. അറിഞ്ഞ മോശമില്ലടാ അതൊക്കെ. അതൊന്നുമില്ല, ആ വലി അതിന്റെ മുമ്പിലൊക്കെ വെച്ചാൽ ഒറ്റ വലിക്ക് ഒരു ഫൈറ്റ് തന്നെ അകത്ത് പോകും. അങ്ങനല്ലേ? അത് ഇപ്പൊ തന്നെ രാവിലെ വലി തുടങ്ങിയതാ. ആകെ ഇതായിട്ടിരിക്കുന്നത്. അതിങ്ങനെ കുറെ വലിക്കുകളിയാ, ഇനിയും വലിക്കാനുണ്ട്. പൊന്നെ കയ്യിരിപ്പ് വെച്ചിട്ടുണ്ടല്ലോ, നല്ല ആളുകളൊക്കെ ആണെങ്കിൽ ദൈവം ഒറ്റ വലിക്ക് മേളിലോട്ട് എടുക്കും. പക്ഷെ ഇത് അങ്ങനെയല്ല. അയാളുടെ പ്രവൃത്തി വെച്ചിട്ട് ഇനി അയാൾ ഒരുപാട് വലിച്ച് 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 അയാൾ എന്റെ കണ്ണിന് മുകളെ വലിച്ച് ശരിക്കും അത്രയ്ക്ക് കലിയുണ്ട് അയാളെടുത്ത്. പ്രായമുള്ള ആളാകുമ്പോ അങ്ങനെ തന്നെ. നമുക്ക് ഇടാളിയാ ഒരു കാര്യം ഞാൻ പറയാം, കണ്ണിരിക്കുമ്പോഴേ കണ്ണിന്റെ വില നമ്മൾ മനസ്സിലാക്കുക. എന്തിനും ഇങ്ങനെയുള്ള കണ്ണ്? അമ്മാവ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവൻ എന്തുകൊണ്ടാണ് ഇത്രയും വർഷമായി കല്യാണം കഴിഞ്ഞിട്ടും ജവന്തിയുടെ വീട്ടിൽ ഇപ്പൊ ഒരു ദിവസം പോലും നിന്നിട്ടില്ല? കാരണം ഈ മുതലാണ് ഇതിന്റെ വലിപ്പീരുണ്ടല്ലോ. അത് ചിലപ്പോ ശരിയാവും. അങ്ങനെയല്ല, അമ്മാവൻ എനിക്ക് ജീവനാണ്, എനിക്ക് അമ്മാവൻ അങ്ങനെ തന്നെ. അല്ല എനിക്ക് ഈ ഫാസിലിന്റെ ഉമ്മയുടെ ഉമ്മയുടെ അനിയത്തിയുടെ മോളെ വീട്ടില് ഒരു പാലുകാച്ചുണ്ട്. അപ്പൊ അവിടുത്തെ ഒരു ഇലക്ട്രിക്കൽ വർക്കിന്റെ ഒരു കാര്യങ്ങൾ നമ്മളാണ് ഒന്ന് നോക്കി വെച്ചിരുന്നത്. അപ്പൊ എനിക്കൊന്ന് അങ്ങോട്ട് പോകണമായിരുന്നു ഉച്ച കഴിഞ്ഞിട്ട്. വൈകുന്നേരം അങ്ങോട്ടൊന്ന് പോണം. ഉച്ചയ്ക്ക് ഇന്ന് പോണോ? ഇന്നാണല്ലേ അമ്മാവന് വേറെ എവിടെ പോണെന്ന് പറഞ്ഞല്ലോ. അയ്യോ, എനിക്കിന്ന് മറ്റേ കാർഷിക ഡിപ്പോയിൽ പോണം. വളം എടുത്തിട്ട് ഇന്ന് പണിക്കാർ വരും. ഇന്ന് നാളെ അവിടെ വളപ്പിൽ തന്നെ നിൽക്കണം. വാഴ കുറെ തൈ വെക്കാണ്ട്. അല്ല പക്ഷെ അമ്മാവൻ ഒരു കാര്യം ചെയ്ത് പ്രശ്നമാണെങ്കിൽ എനിക്കെന്തായാലും ഇന്ന് പോയേ പറ്റുള്ളൂ. അമ്മാവനും പോണോ അല്ലേ? അയ്യോ എടാ, അങ്ങനെ പോവാങ്ക് അപ്പൊ ഇവിടെ എന്റെ അമ്മാമ ഇവിടെ വയ്യാണ്ടിരിക്കല്ലേ? ഉണ്ടല്ലോ. അത് പിന്നെ മതി, ഏതെങ്കിലും ഒരു ആണുണ്ടാവണം. ആർക്ക് വയ്യാണ്ടിരിക്കണത്? ഈ മുതലിന് പൊന്നാളിയാ, ഇതിന് ഒരു ഗുരുവില്ല. ഇത് അല്ലല്ലേ, ഞാൻ ഇന്ന് വൈകുന്നേരം എനിക്ക് അളിയും അനുവദിക്കുകയാണെങ്കിൽ ഞാനങ്ങ് പോയിട്ട് വരായിരുന്നു. കാരണം എനിക്ക് അല്ല എന്തെങ്കിലും ആയിപ്പോയാലോ? ആയിപ്പോയാ എന്റെ പട്ടി തിരിഞ്ഞു നോക്കും ഇയാളാ, എന്റെ പട്ടി. നമ്മുടെ ഒക്കെ പുക കഴിഞ്ഞിട്ട് അത് പോവും, അത് അടുത്തൊന്നും പോവില്ല. പക്ഷെ ജമന്തി സമ്മതിക്കില്ല ഇവിടെ ആണില്ലാണ്ട്. അപ്പൊ നീ നോക്കിക്കോളാന്ന് അവളോടൊന്ന് പറഞ്ഞാ മതി. ആളായിട്ട് നിന്നാ മതി. അതെ, മനസ്സിലായില്ലേ? ഞാൻ നോക്കാം.
നോക്കോ അളിയാ അല്ല കാരണം ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് പോകാൻ പറ്റില്ല. അമ്മാവനിവിടെ നിന്നൂടെ നടക്കി? അല്ല എനിക്ക് പറ്റില്ല, നാളെ വരും, നാളെ 4 പണിക്കാർ വരണ്ടേ. ഞാനിപ്പോ ഇവനൊന്നും എന്നാ നീ അത് മുമ്പ് പറഞ്ഞെങ്കിൽ ഞാനത് മാറ്റി വെച്ചേനെ. ഇപ്പൊ 4 ആളുടെ പണി കളയാൻ പറ്റുമോ? എനിക്ക് അയാളെ എന്റെ കണ്ണുമ്പിൽ കാണാൻ കണ്ണടച്ചോട്ട് പിടിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നോക്കണം, കുഴപ്പമില്ല. അതിന്റെ ആവശ്യം വരില്ല. വന്ന ആളായിട്ട് ഉണ്ടാവണം, അത്ര ആളായിട്ടൊന്നുമില്ല. വല്ല വണ്ടി വിളിച്ച് ആശുപത്രിയിൽ വല്ലതും വേണമെങ്കിൽ കൊണ്ടാക്കാം. മതി. അല്ലാതെ പിന്നെ എനിക്ക് ഇതിന്റെ പറയാൻ നോക്കിക്കൊണ്ടിരിക്കാനൊന്നും പറ്റില്ല. എനിക്ക് അതിനെ കാണാൻ ഇഷ്ടമല്ലേ പോകുന്നത്. പിന്നെ നിന്റെ സാഹചര്യം മനസ്സിലാക്കി കേട്ടാ. അങ്ങനെയൊക്കെ ഉള്ള ആളാണ്. ഒരു ആവശ്യം മതി. നീ കൂടുതൽ എന്നെ അങ്ങോട്ട് പൊക്കല്ലേ. എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കെട്ട് കെട്ടിക്കാൻ നോക്കളിയാ. എന്റെ പൊന്നോ, എന്തൊരു കഷ്ടമാണ് ഇതൊക്കെ. ഈ കാര്യം പറഞ്ഞാൽ ഒരു ആവശ്യത്തിന് കൂടെ ഒന്നുള്ളൂ. ഇപ്പൊ തന്നെ കൊണ്ടുപോവാ. എങ്ങനെ എന്താ കാശിന്റെ കാര്യം എന്തായി? അതുപോലെ തന്നെ നടന്നില്ല. ഇനി എന്ത് ചെയ്യും ക്ലീറ്റോ? സ്കൂളിലെ ഫീസ്, പലചരക്ക് കടയില് പാലിന്റെ പൈസ ഒന്നും കൊടുത്തിട്ടില്ല. സത്യം പറയല്ല തങ്ക, എന്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് ഇത്രയും ഒരു കഷ്ടകാലം ഉണ്ടായിട്ടില്ല. ആ കിളവൻ ഇവിടെ കാല് കുത്തി ആ സമയം മുതൽ കഷ്ടകാലം തന്നെയാണ്. അങ്ങത് കൂടി വലിയ വരിക്കില്ലാതെ പൊക്കോണ്ടിരുന്നതാണ്. എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിലൂടെ പുറത്തോട്ടിറങ്ങുമ്പോ അവിടെ കച്ചറയിൽ കാല് വിട്ടിട്ട് ഇങ്ങനെ ഇരിക്കും. എവിടെ അപ്പൊ തീരും നേരത് ഇങ്ങനെ ഒരു ശകുനം മുടക്കി. ശകുനം എനിക്ക് പേടി അതിന്. എന്ന് കുരുമുളക് പൊടി തീർന്നു ഈ മീനിൽ പുരട്ടാൻ വേണ്ടി. ഞാൻ പോയില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ തലയെടുക്കുവാ കാർന്നൊരു. ഇനിയിപ്പോ 2 ദിവസം കഴിയുമ്പോ ഒരു ചെറിയൊരു വസ്തു കച്ചവടം വന്നിട്ടുണ്ട്. അത് നടന്നാൽ മതിയായിരുന്നു. പക്ഷെ എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. ഇതിന്റെ മുമ്പ് കൂടെ അല്ലേ പോവാൻ. ഏറ്റവും നല്ലോണം പ്രാർത്ഥിക്കേ. കർത്താവേ, നീ എത്രയോ എണ്ണത്തിന് നല്ല ആൾക്കാരെ മേളിലോട്ട് എടുക്കണം. ഇതിനൊക്കെ എന്തിനിങ്ങനെ നാട്ടുകാർക്ക് ഒരു ഗുണമല്ലാതെ ഇട്ടേക്കുന്നത്. പെട്ടെന്നൊക്കെ മേളിലോട്ട് എടുത്താൽ മതിയായിരുന്നു. എന്തോന്നത്? അതല്ല പറഞ്ഞത്. പിന്നെ വസ്തു കച്ചവടം നടക്കാൻ പ്രാർത്ഥിക്കാൻ. അത് നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രാർത്ഥിച്ചത്. ഇതൊക്കെ ഇവിടെ ഉണ്ടെങ്കിലല്ലോ ഒരു വകയും നടക്കൂല. അങ്ങനെയൊന്നും പറയരുത്. പ്രായമായ മനുഷ്യനല്ലേ ക്ലീറ്റോ. ഒന്നുമില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്നെങ്കിലും അങ്ങ് പോട്ട്. ആ പോകാനുള്ള മനസ്സുണ്ടാകട്ടെ അങ്ങേർക്ക്. കഷ്ടകാലം. ഞാനേ ഒന്ന് കുളിച്ചിട്ടൊന്ന് പുറത്തോട്ട് പോകണം. എനിക്ക് ചോറിനല്ലേ എങ്ങനെ മനസ്സമാധാനമായിട്ട് ഉണ്ണം തന്നെ. ചോറൊക്കെ കഴിക്കണമെങ്കിൽ മനസ്സമാധാനം വേണം. ഇയാൾ പോയിട്ടില്ലെങ്കിൽ ഇയാൾ അടിയന്തരം ഉണ്ണ. അതേ നടക്കും. Alien versus alien.